നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനത്തിന്റെ ആശങ്കകൾ പലതാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ജൈവവൈവിധ്യ സംരക്ഷണമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജനത്തിന്റെ ആശങ്കകൾ മനസ്സിലാക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ ഉമ്മൻ വി ഉമ്മന്റെ വാക്കുകളിലൂടെ. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് വനം പരിസ്ഥിതി മന്ത്രാലയം 5-6 നിർദ്ദേശങ്ങൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്കല്ല നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തുള്ള സ്റ്റേറ്റ് എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി, സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ആ നിബന്ധന ആദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിനല്ല, ചീഫ് സെക്രട്ടറിക്കല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുമല്ല. അതിന്റെ അർത്ഥം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് നടപ്പാക്കാനായിട്ട് യാതൊരു ബന്ധവുമില്ല. സാധാരണ വനം പരിസ്ഥിതി മന്ത്രാലയം ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ 2 മാസം കാലാവധി നൽകാറുണ്ട്. അതിന്മേൽ ജനങ്ങൾക്കും ഗ്രാമസഭകൾക്കുമുള്ള അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് 1500 കിലോമീറ്റർ നീളത്തിൽ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ 1,64,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾക്ക് വേണ്ടിയാണ് രൂപം കൊടുത്തത്. അപ്പൊ അവര് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തു. അതാത് സ്ഥലത്തുള്ള ഗവൺമെന്റുകളെ കണ്ടു, രാഷ്ട്രീയ പാർട്ടികളെ കണ്ടു, ജനപ്രതിനിധികളെ കണ്ടു. എല്ലാ ജനങ്ങളെയോ കർഷക സംഘടനകളെയോ കാണാനായിട്ട് കേരളത്തിൽ അവർ 2 പബ്ലിക് സിറ്റിംഗ് നടത്തി, ഇടുക്കിയിലും വയനാട്ടിലും. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ റിപ്പോർട്ട് അന്തിമമാണ് എന്ന് അവരും പറഞ്ഞില്ല, വനം പരിസ്ഥിതി മന്ത്രാലയവും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും പറഞ്ഞില്ല. ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ ജനാഭിപ്രായം സ്വരൂപിക്കാൻ തെന്മലയിൽ എത്തിയപ്പോൾ കർഷകരും സാധാരണക്കാരുമായ നിരവധി പേർ അവിടെ എത്തി. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലുള്ള അമ്പൂരി ഗ്രാമത്തിലായിരുന്നു. ഏതാണ്ട് 3000-ഓളം പേരുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ 26ാമത്തെ സെറ്റിംഗ് ആണ്. കണ്ണൂർ ആറളത്ത് നിന്ന് തുടങ്ങി ഇന്ന് കൊല്ലം തെന്മല അതിന്റെ 3ാമത്തെ ഭാഗം അവസാനിക്കുകയാണ്. ഈ 26 സ്ഥലത്തും 500 മുതൽ അല്ലെ 300 മുതൽ 400 മുതൽ 2000 മുതൽ ഇന്ന് രാവിലെ വാസ്തവത്തില് 3000 ജനങ്ങളോളം അവിടെ സന്നിഹിതരായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി മീറ്റിംഗ് അല്ല, മതസംഘടനകളുടെ മീറ്റിംഗ് അല്ല. അപ്പം എല്ലാവരും പത്രവാർത്ത എന്നൊക്കെ അറിഞ്ഞായി വരുന്നത്, അല്ലാതെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ക്ഷണിക്കുകയും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അത്രയും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് എന്നാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആള് പറഞ്ഞ് എന്താന്ന് ചോദിച്ചാൽ ആളുകളെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ജനപ്രതിനിധികളൊന്നും ഇളക്കി വിട്ടില്ല. അതുകൊണ്ടാണ് അപ്പൊ ഇളക്കി വിടാതിരുന്നത് കൊണ്ടാണ്. കാര്യം ശാന്തമായി ഇപ്പൊ തന്നെ കറുത്ത വാറ്റുമായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഇരിക്കുന്നവരൊക്കെ ഉന്നതന്മാരാണെങ്കിലും വളരെ ശാന്തമായി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൃഷിക്കാരെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ പ്രേരിപ്പിച്ചത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ നേരിടുന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇവിടെ കൂടി. ജനപ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ ആശങ്കകൾ പങ്കുവച്ചു. ഇത്തരമൊരു ചർച്ച വളരെ നേരത്തെ സംഘടിപ്പിക്കേണ്ടിയിരുന്നുവെന്നാണ് പൊതുവായ അഭിപ്രായം. ഞങ്ങൾക്ക് വിനയപൂർവമായി പറയാനുള്ള 2-3 കാര്യങ്ങൾ. അതിലൊന്ന്, ഈ ചർച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് വേണ്ടിയിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇങ്ങനെല്ലാം ഉള്ള നിയമങ്ങൾ വരുന്ന സന്ദർഭത്തിൽ പാർലമെന്റിലും നിയമസഭയിലും ചർച്ച ചെയ്യില്ല. ഇപ്പൊ പാർലമെന്റ് മെമ്പർമാരും MLA-മാരും എല്ലാം കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് പോലെ ചർച്ചയ്ക്ക് അടക്കാണ്. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. പ്രത്യേകമായി നിയമസഭ വിളിച്ചു വരുക്കണം. മലയോര മേഖലയിൽ ഒരു ആശങ്ക വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ റിപ്പോർട്ടിന് മുമ്പ് തന്നെ വിളിച്ചു ചേർക്കണം, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത്രയൊരു പ്രശ്നം വന്നപ്പോൾ അടിയന്തരമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു സഭ വിളിച്ചു ചേർക്കണ്ടേ. പിന്നെ നിയമ നിർമ്മാണ സഭ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം?
ജനത്തിന്റെ ആശങ്കയകറ്റാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചത് പോലും എത്രത്തോളം ഇനി പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾക്ക് സംശയമുണ്ട്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ ഗ്രാമസഭയുടെ ഒക്കെ കാര്യം പറയുന്നു. ഗ്രാമസഭയോ പഞ്ചായത്ത് സമിതികളിലോ ഈ മേഖലകളിലെല്ലാം ഇതിനുപോയ ഒരു ചർച്ച നമുക്ക് നടക്കേണ്ടിയിരുന്നു. ഏകപക്ഷീയമായിട്ട് ചില കമ്മീഷൻ ചിലർ ചുമതലപ്പെടുത്തുന്നു, അവർ റിപ്പോർട്ടുകൾ തന്നെ സമർപ്പിക്കുന്നു. അതിന്റെ ഒരു ഭീതി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഭീതി അകറ്റാൻ വേണ്ടിയിട്ടും അല്പം ഒന്ന് ശമനം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്മീഷനോ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു രീതി ആളുകൾക്ക് മനസ്സിലായി പോകുന്നത് കൊണ്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഗൗരവം കുറച്ചു കണ്ടതല്ല, അത്രേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ആ കാര്യം നമ്മൾ ചൂണ്ടിക്കാണും. കൊല്ലം ജില്ലയെ പൂർണ്ണമായും കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ആവശ്യപ്പെട്ടു. എനിക്ക് ഒന്നാമത് പറയാനുള്ള കൊല്ലം ജില്ലയിൽ പൂർണ്ണമായും ഇതൊന്ന് ഒഴിവാക്കണം. 2-3 കാരണം കൊണ്ടാണ്. ഇന്ത്യയിലെ ശരാശരി വനമേഖല 19%, കേരളത്തിൽ 29%. പത്തനാപുരം താലൂക്കിലാണ് ഈ പ്രദേശം മൊത്തം. പത്തനാപുരം താലൂക്ക് 49%. പത്തനാപുരം താലൂക്ക് 49, കേരളത്തിൽ 29, ഇന്ത്യയിലെ ശരാശരി 19%. വലിയ പാറക്കൂറികളോ മറ്റോ ഒന്നും ഈ പറഞ്ഞ പ്രദേശങ്ങളിലെങ്ങും ഇല്ല എന്നുള്ളത് നോക്കുക. വനത്തിന് ഭീഷണിയായിട്ടുള്ള പരിസ്ഥിതിക്ക് ദോഷം വരുന്ന ഒന്നും പാരിയങ്കാവിലെടുത്താലും അതുപോലെ തെമ്മല എടുത്താലും പറവന്തൂർ എടുത്താലും മറ്റൊന്നില്ല. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ കാറ്റഗറിപ്പെട്ട വ്യവസായങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് തോട്ടം മേഖലയില് തോട്ടം ഫാക്ടറികളും കൂടി ചേരുന്നതാണ്. ആ ഫാക്ടറി പ്രവർത്തിക്കാൻ പറ്റും. ഫാക്ടറി പ്രവർത്തിക്കാൻ കൂടെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്ലാന്റേഷൻ അകത്ത് എങ്ങനെയാണ് നമുക്കത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? ഞാൻ സാറിനോട് ചോദിക്കുകയായിരുന്നു, കശുവണ്ടി ഫാക്ടറി പറ്റുമോ? സാറ് പറഞ്ഞ് അതും പാടാണ്. അപ്പൊ പിന്നെ അലിയമ്മൻകാരുടെ ആഫീസും കൂട്ടി. കശുവണ്ടി ഫാക്ടറി നോക്കിയാല, AVT കമ്പനി നോക്കിയാല, HML ഇവിടുത്തെ കമ്പനി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂല. ഷീറ്റ് അടിക്കാൻ പറ്റുമായിരിക്കും. ഇതൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂല എന്ന സ്ഥിതി വന്നാൽ ഇവിടുത്തെ പ്ലാന്റേഷൻ മേഖലയുടെ സ്ഥിതി എന്തായിരിക്കും? മറ്റൊരു പ്രശ്നം ഇപ്പൊ സാർ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, രാസവളങ്ങൾ നമുക്ക് പ്രയോഗിക്കാമോ? കീടനാശിനി നമുക്ക് പ്രയോഗിക്കാമോ? രാസവള പ്രയോഗവും കീടനാശിനിയും പ്രയോഗിക്കാതെ ഏതെങ്കിലും ഒരു കൃഷി ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇത് കർഷകന്റെ കുറ്റം കൊണ്ടല്ല, കർഷകനെ ആ നിലയിൽ പഠിപ്പിച്ചെടുത്തതാണ്. രാസവളമൊക്കെ ഉണ്ടാക്കുന്ന കർഷകനല്ലല്ലോ, കീടനാശിനി പ്രയോഗവും അതല്ലല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഒരു റബ്ബർ മേഖല തന്നെയാണ്. ഈ മേഖലയിൽ ഇപ്പൊ ഒന്നാമത് റബ്ബറിന്റെയും കൂടി 250 എന്നുള്ളത് 150 വന്നതിന്റെ ഉത്കണ്ഠയിൽ ഇങ്ങനെ കഴിയുമ്പോഴാണ് ഇടുത്തി വീണതുപോലെ ഇപ്പൊ നമ്മുടെ കസ്തൂരിരംഗനും റബ്ബറിന്റെ ഇടവും രണ്ടും കൂടെ ഏറ്റപ്പോഴത്തേക്ക് മലയോര മേഖല ഏതാണ്ട് ഒരു പരുവത്തിൽ തന്നെ നമ്മൾ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജില്ലയിൽ പൂർണ്ണമായും ഇത് ഒഴിവാക്കി നൽകാനും വനം മേഖലയിലെ വിസ്തൃതി ഈ താലൂക്കിൽ മാത്രമാണ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയണം. പിന്നെ കോറി അങ്ങനെയുള്ളതൊന്നുമില്ല. എന്നാൽ കോറി ഉള്ളടങ്ങളുണ്ട്. അത് മുമ്പ് ശ്രീ മാമ്പഴത്തറസലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ തൊട്ടപ്പുറത്താണ് ചിത്ര പഞ്ചായത്തിലാണ് ബോക്സന്റെ ഏറ്റവും വലിയ കോറി. ആ കോറി ഉള്ള സ്ഥലം നമ്മുടെ ഈ പട്ടികയിലേക്ക് വന്നില്ല. ഏറ്റവും വലിയ കോറി ഉള്ളടം ഈ പ്രദേശത്ത് വന്നില്ല. പിന്നെ കലഞ്ഞൂര്, നമ്മുടെ അടൂര്, അവിടെ കോന്നിയില് ഏറ്റവും കേരളത്തിലെ വലിയ കോറികളെല്ലാം പ്രവർത്തിക്കുന്ന വനമുള്ള, അലയമണേക്കാൾ വനമുള്ള ആ മേഖലകളാണ്. അതൊന്നും തന്നെ ഇതിനകത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങളിത് പറഞ്ഞത് കൊണ്ട് അതിൽ കൂടെ ഉൾപ്പെടുത്തി കളയാന്ന് തീരുമാനിച്ചായിരുന്നു. നമുക്ക് അവിടെ പോകേണ്ടതാണ്. ഇനിയിപ്പോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ചിതറയും കൂടെ ഉൾപ്പെടുത്തി, നാളെ കലജീവിനും കൂടെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത്. അപ്പം ഈ കോറികളും മറ്റെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിവായതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ പറയുന്നു, ഞാനിത് വായിച്ചു നോക്കിയപ്പോ ഇളവ് കൊടുത്തിട്ടുള്ള ഒരു കാര്യം, അതുകൊണ്ടാണ് സംശയം. ഇപ്പൊ നമ്മള് ഇത് ഇളവ് നൽകിയിരിക്കുന്ന 5ാമത്തെ പരിസ്ഥിതി പ്രദേശങ്ങളിൽ ഖനനം, പാറക്കള്ളം, മണൽ വാരൽ എന്നിവ നിരോധിക്കണം. കർഷകരുടെ പേര് പറഞ്ഞ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ പലരും എതിർക്കുമ്പോൾ ചില ക്വാറികളെയും വൻകിടക്കാരെയും സംരക്ഷിക്കുക എന്നൊരു താല്പര്യം കൂടി അതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ക്വാറികൾ കൊല്ലം ജില്ലയിൽ ധാരാളമുണ്ട്. മണലൂറ്റ് ജില്ലയിൽ നന്നായി നടക്കുന്നുണ്ട്. കർഷകരെ മുന്നിൽ നിർത്തി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനെന്ന മട്ടിൽ മറ്റു പലരെയും കൂടി സംരക്ഷിക്കാൻ ചില ജനപ്രതിനിധികൾ ശ്രമിക്കുന്നുണ്ട് എന്നത് വാസ്തവം. ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു. നമ്മൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഈ കടുത്ത വേനലുണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം വേനൽ കടുത്തതായിരുന്നു. ഈ ഫോറസ്റ്റ് ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ഉള്ളതാണ്. അവിടെ
മാഞ്ചിയം, അക്കേഷ്യ, യൂക്കാലി തുടങ്ങിയ ജലസ്രോതസ്സുകളെ ഏറ്റവും കൂടുതൽ വരൾച്ചയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളെ വരൾച്ചയിലേക്ക് നയിക്കുന്ന ഇത്തരം വൃക്ഷങ്ങളെ പ്ലാന്റ് ചെയ്യുകയും അതിനനുബന്ധിച്ച് അതൊക്കെ ലേലം ചെയ്ത് മുറിച്ചു മാറ്റുന്നതോടൊപ്പം ആ പ്രദേശത്തെ മുഴുവൻ തടികളും കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പ്രവണത കൂടി ഈ അത്യാവശ്യം വനപാലകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെ ഒരുപക്ഷെ ഞങ്ങളെ റോക്ക്വുഡ് പ്ലാന്റേഷന്റെ ഒരു ഭാഗത്ത് യൂക്കാലി മരങ്ങൾ മുറിച്ച സമയത്ത് ഒരുപക്ഷെ വാർത്തയൊക്കെ ആയിട്ടുള്ളതാണ്. ഒരു ഈ പറഞ്ഞതുപോലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏക്കറിൽ ഈ മരങ്ങൾ കത്തിച്ചു കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതൽ അവിടെ രണ്ട് എസ്റ്റേറ്റുകളുണ്ട്. ഒന്ന് റോക്ക്വുഡ് എസ്റ്റേറ്റ്, ഒന്ന് കല്ലാർ എസ്റ്റേറ്റ്. തേയില, കാപ്പി, ഓറഞ്ച് അങ്ങനെ തുടങ്ങിയൊക്കെയുള്ള കൃഷികൾ ചെയ്യുന്ന ഭാഗമാണ് കട്ടളപ്പാറ പോലെയുള്ള പ്രദേശങ്ങൾ. അവിടെയൊക്കെ ഇത്തരം സാധാരണക്കാരെ കർഷകർ മാത്രമാണ് കൃഷി ചെയ്ത് പോകുന്നത്. ബഹുമാനപ്പെട്ട ഈ കമ്മിറ്റി മുമ്പാകെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, 2 പ്ലാന്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം പാരിസ്ഥിതികമായി യാതൊരുവിധ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ കസ്തൂരിരംഗന്റെ ശുപാർശകളിൽ ചിലത് അപ്രായോഗികമാണ്. ചില പ്രദേശങ്ങളെ അത് കണ്ണും പൂട്ടി വിഴുങ്ങാൻ സാധ്യതയുണ്ട്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വാചകത്തിലാണ് ഞങ്ങൾക്ക് വളരെ ഗൗരവം. ഇപ്പൊ മറ്റു പല സ്ഥലത്ത് ടയർ കത്തിച്ചു പൊട്ടിച്ചൊക്കെ ചെയ്തു. ഇവിടെ ജയമത്സരം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സർവേയുടെ അർത്ഥം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, റബ്ബർ തോട്ടങ്ങളൊക്കെ വനമാണെന്ന് കണ്ടിട്ട് ഈ സർവേയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയെന്ന് പറയുന്നു. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ 13 വാർഡുകളാണ്. 6 വാർഡുകൾ തോട്ടം മേഖലയാണ്, തേയില റബ്ബർ തോട്ടമാണ്. 7 വാർഡുകൾ ജനങ്ങൾ കൃഷി ചെയ്ത് താമസിക്കുന്ന മേഖലയാണ്, ഫോറസ്റ്റിനോടൊക്കെ ചേർന്ന മേഖലയാണ്. ഇപ്പൊ തന്നെ ഈ കൃഷിക്കാർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. ജീവിക്കാനേ കഴിയുന്ന അവസ്ഥയല്ല. മൃഗങ്ങളുടെ ശല്യം, കുരങ്ങാണെങ്കിലും അണ്ണാനാണെങ്കിലും പിന്നെ കൃഷിയെ പന്നി പ്ലാവെല്ലാം വന്ന് ഒരു കൃഷിയും തരുന്നില്ല. ഈ കമ്മീഷൻ എന്തോ ചെയ്യാൻ പറ്റും? കസ്തൂരി എങ്ങനെ ഈ കുരങ്ങനെയും പിന്നെ അണ്ണാനെ എന്തോ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്? മനുഷ്യൻ ജീവിക്കാൻ കഴിയും, മനുഷ്യൻ മരിച്ചേ പറ്റൂ. ആ അവസ്ഥയിൽ ഈ റിപ്പോർട്ടോട് വരുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ എനിക്ക് വേറൊരു ചോദിച്ചിട്ടുണ്ട്, ഞാൻ കമ്മീഷൻ മുമ്പാണ് പറയുന്നത്. ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും വൈൽഡ് ലൈഫ് ഏരിയയാണ്. ഇതുമായി ബന്ധം വൈൽഡ് ലൈഫ് സെൻസിറ്റീവ് ഏരിയ ആയി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. തമ്മല എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഈ ESAയുടെ വന്നു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അകത്ത് വരുന്ന പ്രദേശം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 10 കിലോമീറ്റർ ദൂരത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ അച്ചക്കോൾ പ്രിയ എസ്റ്റേറ്റ് കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് EFലാക്കി, പ്രിയ ലാൻഡാക്കി തോട്ടമേ നടത്തിയതാണ്. തേയില റബ്ബർ തോട്ടമായിരുന്നു. ഇന്ന് ആ തോട്ടമില്ലെന്ന് വനമാണ് അവിടെ. ആ തൊഴിലാളിക്കെല്ലാം ജോലി നഷ്ടപ്പെട്ടു. അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന നിലയിലേക്ക് EFലായി. ESA ആവുന്നതോടുകൂടി ആരിക പഞ്ചായത്തിൽ ഒന്നാമത് പിന്നീട് ഈ വെസ്റ്റേൺ ഘട്ടിന്റെ ഏറ്റവും അടുത്ത പ്രദേശമാണ്, ഫോറസ്റ്റ് ഏരിയ വരുന്ന പ്രദേശമാണ്. വെസ്റ്റേൺ ഘട്ട് സംരക്ഷിക്കട്ടെ, ഞങ്ങൾ അതിനെതിരല്ല. വെസ്റ്റേൺ ഘട്ട് സംരക്ഷിക്കട്ടെ, അതിനുണ്ടാക്കട്ടെ. അവിടോട്ട് മൃഗങ്ങൾ കയറി വരാൻ വേണ്ടിയെങ്കിലും ഒരു തീരുമാനം ഈ സിറ്റിംഗിൽ ഉണ്ടാവണം. സിറ്റിംഗിലെ ആളുകൾ ഒരു തീരുമാനത്തിന്റെ ഭാഗം ഇതോട് നിലനിൽപ്പെടുത്തണം. വനത്തിൽ നിന്ന് മൃഗങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കയറരുത്. അതെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കൃഷിക്കാരെ സഹായിക്കും. ജൈവവേലി മതി. ജൈവവേലി കൊണ്ട് മൃഗത്തിനെ പിടിച്ചിട്ടാൻ പറ്റുമോ? ഇവിടെ രാസവളം പ്രയോഗിക്കാൻ പാടില്ല. നാടൻ പശുക്കൾ മതി. നല്ലതല്ലേ, നാടൻ പശുക്കാർ കുടിക്കുന്ന നല്ലതായിരിക്കാം. സിന്ധി പശുവിനെ വളർത്തണ്ട എന്നൊക്കെ ഇതിനകത്ത് പറയുന്നത് പറയുമ്പോൾ അത് നടപ്പിലാവണമെന്നില്ല. പക്ഷെ ഇത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന. പരിസ്ഥിതി സംരക്ഷണത്തിന് നേതാക്കളും ജനവും കർഷകരുമൊക്കെ അനുകൂലമാണ്. അത് പക്ഷേ മനുഷ്യനെ പുറന്തള്ളിക്കൊണ്ട് ആവരുത്. മനുഷ്യന് ആധികാരികതയുള്ള ഈ പരിസ്ഥിതിയിൽ അവന്റെ നിലനിൽപ്പ് ഒരു പ്രധാന പ്രശ്നമായി കാണണം. ഇത്തരത്തിലുള്ള എക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കുന്നത് ജനവാസ മേഖലയിൽ നിന്നും 150 മീറ്റർ മാറി വനമേഖലയെ മുഴുവൻ എക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കുമെന്നാണ് അന്നത്തെ ആ ചർച്ചയിൽ സൂചിപ്പിച്ചത്. പക്ഷെ ഞങ്ങൾ പങ്കെടുത്ത ജനപ്രതിനിധികൾ ഒന്നടങ്ക അതിനെ എതിർക്കുകയും അത് ജനവാസ മേഖലയിൽ നിന്നും 1/2 കിലോമീറ്ററിലോട്ട് മാറി വനമേഖലയെ മാത്രമായി മനുഷ്യ ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ എക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കുന്നതിന് ഞങ്ങൾ അനുകൂലമാണ് എന്നാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടത്. പക്ഷെ അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പൊ ഇവിടെ റിപ്പോർട്ടിന്റെ കാറ്റഗറി റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അന്ന് പ്രാഥമികമായി അങ്ങനെയാണ് നടപ്പിലാക്കുന്നത് പറയുകയും പിന്നീട് തെന്മല പഞ്ചായത്തിലെ 2 വില്ലേജുകളും എക്കോ സെൻസിറ്റീവ് ഏരിയ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു യാഥാർത്ഥ്യം കൂടി ഈ കമ്മീഷൻ മനസ്സിലാക്കണം. തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്.
പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ ഏതാണ്ട് 1997 10-16 വർഷക്കാലമായിരിക്കുന്നു. ഈ പരിസ്ഥിതിക്ക് കോട്ടം തട്ടത്തക്ക ഒരു പ്രവർത്തനവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ചെന്തുരുണി വന്യജീവി സങ്കേതം തെന്മലയിലാണ്, തെന്മല ഡാമിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വന്യജീവി സങ്കേതം ഇവിടെ വന്നതുകൊണ്ട് തന്നെ കർശനമായ വനം നിയമത്തിന്റെ പരിധിയിലാണ് തെന്മല പഞ്ചായത്തിലെ 2 വില്ലേജുകളും. പിന്നെ അതിനോടൊപ്പം തന്നെ എക്കോ സെൻസിറ്റീവ് ഏരിയ ആയി പ്രഖ്യാപിക്കുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കടുത്ത വനം നിയമത്തിന്റെ കീഴിലുള്ള ചെന്തുരുണി വന്യജീവി സങ്കേതം ഉൾക്കൊള്ളുന്ന എക്കോ ടൂറിസം പദ്ധതി ഉൾക്കൊള്ളുന്ന തെന്മല പഞ്ചായത്തിലെ 2 വില്ലേജുകളെയും എക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കുന്ന നടപടി പിൻവലിച്ചുകൊണ്ട് നിലവിലുള്ള വന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വില്ലേജുകളിൽ പ്രവർത്തനം നടത്തുന്നതിനാവശ്യം നടപടികൾ സ്വീകരിക്കണം എന്നാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പൂർണ്ണമായി മനസ്സിലാക്കിയ ജനപ്രതിനിധികൾ കുറവ്. പലരും ജനത്തിനൊപ്പം നിൽക്കാൻ റിപ്പോർട്ടിനെ എതിർക്കണം എന്ന മുൻധാരണയോടെ എത്തിയവരാണ്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ബേസിൽ നമ്മൾ പോകുമ്പോൾ തന്നെ ആലോചിക്കണം, ഈ കസ്തൂരിരംഗൻ ആരായിരുന്നു എന്ന്. ഒരു ഭക്ഷ്യശാസ്ത്രജ്ഞനായ കസ്തൂരിരംഗനെ ഈ കമ്മീഷന്റെ ഇതിന്റെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശങ്ക അതിന്റെ പിന്നിലുണ്ട്. ശൂന്യാകാശം. അല്ല, അപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ വില്ലേജിൽ 2 വില്ലേജിനെ പൂർണ്ണമായി ഇതിനകത്ത് ഉൾപ്പെടുത്തിയൊക്കെയാണ്. അന്ന് മുതൽ കർഷകരാകപ്പാടെ ആശങ്കയിലാണ്. ഒരു പാറക്കോറിയോ അല്ലെങ്കിൽ ഒരു മണ്ണ് ഖനനം നടക്കുന്നതോ യാതൊന്നുമില്ലാത്ത 2 വില്ലേജുകളെ പൂർണ്ണമായും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഇത് അവസാനം വന്ന് ഒരു വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തന്നെ കഴിയുന്നില്ല എന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. അവസാനം നമുക്ക് വന്നു കഴിയുമ്പോൾ ഒരു നല്ല വീട് വെക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. കസ്തൂരിരംഗൻ പശ്ചിമഘട്ട മേഖലയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ അവലംബിച്ച മാർഗം തെറ്റായി പോയിട്ടുണ്ടാകാം എന്ന് ഉമ്മൻ വി ഉമ്മൻ പറയുന്നു. അല്പം കൂടി ശാസ്ത്രീയമാകേണ്ടിയിരുന്നു പഠനമാർഗം. കസ്തൂരിരംഗൻ കമ്മിറ്റി അവലംബിച്ച ചില മെത്തേഡ്സ് തെറ്റിപ്പോയതുകൊണ്ടാണ്. വാസ്തവത്തില് കസ്തൂരിരംഗൻ കമ്മിറ്റിക്ക് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളെ നേരിട്ട് കണ്ട് ആക്ച്വലായിട്ട് ഒരു വില്ലേജിൽ എന്തെല്ലാം ജൈവ വൈവിധ്യമുണ്ട്, എത്രയും കാടുണ്ട്, എത്രയും നാടുണ്ട്, എത്രയും ആവാസ സ്ഥലങ്ങളുണ്ട്, എത്രയും തോട്ടങ്ങളുണ്ട് പരിശോധിക്കാൻ അവർക്ക് പ്രയാസമാണ്. കമ്മീഷനുകൾ പലരും വനമേഖലയിൽ താമസിക്കുന്നവരല്ലല്ലോ. അവർ അവലംബിച്ച മാർഗം ആകാശത്ത് നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഫോട്ടോയിലൊക്കെ വെച്ച് അങ്ങനെ ഒരു അപ്രോച്ച് അവർ ചെയ്തത്. ഒരു ലാർജ് ഏറിയ ഒരു രാജ്യത്തെ സംബന്ധിച്ചൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. പക്ഷെ അവർ അന്നേരം തന്നെ പറഞ്ഞു, ഞങ്ങൾ ചെയ്ത ഈ മെത്തേഡാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൽ പാകപ്പിഴകൾ ഉണ്ടാകാം, പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അതാത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഇവിടെ വനസംരക്ഷണ നിയമം, കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വനസംരക്ഷണ നിയമം, കേരള ഫോറസ്റ്റ് ആക്ട്, മറ്റ് ചട്ടങ്ങൾ, റെഗുലേഷൻസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഭംഗിയായി വനം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ മേഖലയിൽ. 1 ഇഞ്ച് വനഭൂമി ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത ഈ സമയങ്ങളിൽ ഒന്നും തന്നെ കയ്യേറ്റമില്ല. മുമ്പ് നമ്മുടെ കേരളത്തിൽ ധാരാളം വനം കയ്യേറ്റം നടന്നിരുന്നു എന്നുള്ള ശരിയാണ്. ഇപ്പൊ വനം കയ്യേറ്റമില്ല. ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട് അതിർത്തി. അതിനപ്പുറത്തേക്ക് കയറാൻ കഴിയില്ലെന്ന്. കാരണം അത്ര സ്ട്രിക്റ്റായി അത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിയമവും കർശനമാക്കി, ശിക്ഷ കർശനമാക്കി, നോൺ വെയിലബിൾ ഒഫൻസ് ആണ് അതെല്ലാം. ആ നിലയ്ക്ക് വന്യജീവികളെ കൊല്ലാൻ കഴിയില്ല, വനത്തിനകത്ത് പ്രവേശിച്ച് മരം മുറിക്കാൻ കഴിയില്ല, വനത്തിന് അകത്ത് എൻക്രോച്ച്മെന്റിന് കഴിയുന്നു. എല്ലാവരും ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. കണ്ടപ്പെട്ട ഉണ്ടെങ്കിൽ ഞാനത് തീരുമാനിക്കൊള്ളാം. കേസില്ല, അതും കൂടെ പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോൾ വനം കയ്യേറ്റമില്ല, ക്വാറികൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ഭരണപക്ഷത്തുള്ള KB ഗണേഷ് കുമാർ പോലും പറയില്ല. PC ജോർജ് പറയുമായിരിക്കും. തീർത്തും ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ട പരിസ്ഥിതിലോല പ്രദേശങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. തൽക്കാലം കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ വനം ഭദ്രമാണ് എന്നൊക്കെ അടച്ചു പറയുന്നത് ഭാവിയിൽ ദോഷം ചെയ്യും. ഇപ്പൊ നമുക്ക് ഏറ്റവും ഉദാത്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ വില്ലേജുകളിലെയും ഒരേ സമയത്ത് തന്നെ കേരളത്തിൽ 123 വില്ലേജുകളാണ് ESA, എക്കോ സെൻസിറ്റീവ് ഏരിയ, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
അപ്പൊ ആ ചില ഇതിനകത്ത് വരന്റെ വളരെ സമ്പൽ സമൃദ്ധമായ ഇപ്പം ചില പിന്നെ പുൽമേടുകളൊന്നും ഇതിനകത്ത് വന്നിട്ടുമില്ല. പുൽമേടുകളൊക്കെ വാസ്തവത്തിൽ ഇക്കോസിസ്റ്റത്തിന്റെ വലിയൊരു പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അത് സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പൊ കേരളത്തിന്റെ പശ്ചിമഘട്ട മേഖലയിലുള്ള വില്ലേജുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും വില്ലേജ് ഓഫീസറും ഫോറസ്റ്റ് ഓഫീസറും കൃഷി ഓഫീസറും അവിടെ അതിനെ സഹായിക്കാൻ സന്നദ്ധമായിട്ടുള്ള വേറെ ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ട് ഒരു യഥാർത്ഥ മാനുവൽ സർവേ, നമ്മൾ ആകാശത്തിലെ സർവേ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു മാനുവൽ സർവേ നടത്തി ആ ഒരു കാടിനെയും നാടിനെയും വേർതിരിക്കാം. വ്യാവസായ അടിസ്ഥാനത്തിലുള്ള വലിയ വലിയ ക്വാറികളൊന്നും അനുവദിക്കാൻ പാടില്ല. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങളൊന്നും അങ്ങ് വളരെ എക്കോ സെൻസിറ്റീവ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അടിസ്ഥാനപരമായി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളും തോട്ടങ്ങളും ആവാസ സ്ഥലങ്ങളും എല്ലാം വേർതിരിച്ച ESIയിൽ മാറ്റിയാൽ പിന്നെ ജനങ്ങൾ ESIയിലല്ല, മനുഷ്യർ താമസിക്കുന്ന ESIയിലല്ല, പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ആശങ്കകളെല്ലാം മാറും. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കുക പോലും വേണ്ട. വാസ്തവത്തില്ല അത് അവർ അക്സെപ്റ്റ് ചെയ്യത്തക്കവണ്ണം നമുക്ക് അതിന് ഉദാത്തമായ തെളിവുകൾ നമ്മൾ നൽകണം. അതാണ് നമ്മളിപ്പോ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. കർഷകരുടെ ആശങ്കയെപ്പറ്റി ധാരണയുണ്ടെന്നാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ പറയുന്നത്. പൊതുജനം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാരിനെ അറിയിക്കും. ഒരു തിരുത്തൽ ആവശ്യമെങ്കിൽ അത് നടപ്പാക്കാൻ നിർദ്ദേശിക്കും. നമ്മുടെ പശ്ചിമഘട്ട മലയോര മേഖലകളിൽ താമസിക്കുന്ന കർഷകർക്ക് തീർച്ചയായിട്ടും ആശങ്കകളുണ്ട്, പ്രയാസമുണ്ട്. അതിനെപ്പറ്റി വാസ്തവത്തിൽ ആളുകൾ ഒരു ഭയമൊക്കെ ഉണ്ട്. ഞങ്ങള് ആറളം തൊട്ട് ഞാൻ പറഞ്ഞ പോലെ 26 സിറ്റിംഗ് നടത്തി. അപ്പൊ ഞങ്ങൾ ആയിരം കർഷകരെ നേരിൽ കണ്ടു സംസാരിച്ചു, നേരിൽ കണ്ടു. അവരുടെ ആശങ്കകളും അവരുടെ കൺസേൺസ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇതേപ്പറ്റി ആശങ്ക, അല്ലെങ്കിൽ നിങ്ങളിന്ന് ഈ സായാഹ്നത്തിൽ ഇത്രയും പേരോട് ഞങ്ങളെ കേൾക്കാൻ വരത്തില്ലായിരുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ കർഷകരുടെ എല്ലാ ബഹുമാനപ്പെട്ട നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അനുഭാവപൂർവ്വമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഞങ്ങളോട് വന്നേക്കുന്നത്. ആദ്യമേ ഞാൻ ആമുഖമായിട്ടും മുഖവരയായിട്ടും പറയും. അതുകൊണ്ട് ഞങ്ങൾ വന്നത് കർഷകരെ സഹായിക്കാനാണ്, കർഷകരുടെ കാര്യം നേരിട്ട് മനസ്സിലാക്കാനാണ്. എന്നിട്ട് നിങ്ങൾ തരുന്ന വിലപ്പെട്ട നിർദ്ദേശം ഗവൺമെന്റ് സമർപ്പിക്കാനാണ്. പക്ഷെ ഈ കമ്മീഷന്റെ വരവിലും തെളിവെടുപ്പിലുമൊന്നും പലർക്കും വിശ്വാസമില്ല. അവർ അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ പരാതിയായിട്ട് ഇപ്പൊ നമ്മുടെ ഉമ്മൻ സാർ പറഞ്ഞ പോലെ നിങ്ങള് ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരാം, നിവേദനങ്ങൾ ഞാൻ സ്വീകരിക്കാം. ആ നിവേദനങ്ങൾ അതേപടി തന്നെ ഞാൻ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാം. സംസ്ഥാന ഗവൺമെന്റ് അതേപടി തന്നെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താൽ എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയത്തില്ലെങ്കിലും ഇതുവരെയുള്ള ലക്ഷണം കണ്ടിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിൽ നിന്നും വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു ലക്ഷണം കാണുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ തോന്നുന്നത്. എന്താണ് ജൈവ വൈവിധ്യ സംരക്ഷണം? അതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണ്? കർഷകന് അതിലുള്ള സ്ഥാനം എന്താണ്? ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ സംസാരിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി ഇറക്കിയ ഒരു റിപ്പോർട്ടും ഒരു നിർദ്ദേശവും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് എതിരാകാൻ പാടില്ല. ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് തന്നെ സൂക്ഷ്മാണുക്കൾ മുതൽ മനുഷ്യൻ വരെയുള്ള, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളും അവരുൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയും ആ ഒരു ശൃംഖലയ്ക്കാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യനെ ഉൾപ്പെടുത്താത്ത ഒരു ജൈവ വൈവിധ്യമില്ല. മനുഷ്യനെ ഉൾപ്പെടുത്തി ആദ്യം മനുഷ്യനെ സംരക്ഷിക്കണം, എന്നാലേ ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടത്തുള്ളൂ. അപ്പൊ ആ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യവുമുണ്ട്, ഞങ്ങൾക്ക് ബോധ്യവുമായി. ഞങ്ങൾ വിചാരിക്കുന്നു കർഷകരാണ് ഈ രാജ്യത്തെ അല്ലെ എല്ലാ രാജ്യത്തെയും ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷകർ. ജൈവ വൈവിധ്യം സംരക്ഷിച്ചെങ്കിൽ കൃഷിയില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. 1940കളിലും 50കളിലും 60കളിലും നമ്മുടെ ദേശത്ത്, ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും പട്ടിണിയൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഞാനും കുറെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, സ്വല്പമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഏകദേശം 70 വർഷങ്ങളൊക്കെ അടുത്തപ്പോൾ നമ്മൾ ഭക്ഷ്യസുരക്ഷയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷയെ പറ്റി സംസാരിക്കണമെങ്കിൽ കൃഷിക്കാർ വേണം, കൃഷി വേണം. അപ്പൊ അതുകൊണ്ട് 1960കളിൽ ആദ്യം അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ കേരളത്തിലെ തന്നെ പ്രമുഖനായ കൃഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥനോട് ചോദിച്ചു, നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ പട്ടിണി കിടക്കാൻ ഒക്കുമോ, മുന്നോട്ട് നമുക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ഒക്കുമോ? അപ്പൊ ആ ചലഞ്ച് ഡോക്ടർ സ്വാമിനാഥനും അന്നത്തെ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റും
ഒന്ന് ഏറ്റെടുത്തു. അവരെ പിന്താങ്ങാനായിട്ട് ഈ ഭാരതത്തിലെ കർഷകരും ഉണ്ടായിരുന്നു. അപ്പൊ കർഷകർ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ 60-65 വർഷം ശ്രമിച്ചത് കൊണ്ടാണ് ഈ ഭക്ഷ്യസുരക്ഷയെ പറ്റി ഇന്ന് നമ്മുടെ പാർലമെന്റിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ കർഷകരെ അകറ്റി നിർത്തി ഒരു ജൈവവൈവിധ്യ സംരക്ഷണം, ഒരു പരിസ്ഥിതി സംരക്ഷണം സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കസ്തൂരിരംഗൻ എന്ന പേര് പോലും വെറുക്കപ്പെടേണ്ടതാണ് എന്ന മട്ടിലാണ് പലരുടെയും പ്രതികരണം. ഒന്നോർക്കുക, റിപ്പോർട്ടിൽ പറയുന്ന പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണ്. പക്ഷേ ഇത്തരമൊരു റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയുന്നത് നന്നാവില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടി ഭൂമിയെ ബാക്കി വയ്ക്കാവുന്ന തരത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അത് നടപ്പാക്കുകയാവും അഭികാമ്യം. ഏറെ രാഷ്ട്രീയവും ജീവിതവുമായി ഇത്തവണയും ആഴ്ചവട്ടം അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.